സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അമേരിക്കൻ നിലപാടുകൾ കണിശമായി വിമർശിക്കാൻ പറ്റിയ ഒരൊറ്റ ചാനലുകളും കേരളത്തിൽ ആകെ ഉണ്ട്. മൗദൂദി ചാനൽ എന്ന് അവർ കളിയാക്കുന്ന മീഡിയ വണ്ണിനെ പോലുള്ള ചില ചാനലുകൾ മാത്രമാണ് സത്യം സത്യം പോലെ പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ചാനലുകളും മോഡി സ്തുതി പാഠകരാണ്. അവർ നാഴികയ്ക്ക് 40 വട്ടം എല്ലാ ദിവസവും മോഡിയെ പുകഴ്ത്താനും മോഡിയുടെ ഭരണ നൈപുണ്യത്തെപ്പറ്റി സംസാരിക്കാനുമാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അമേരിക്ക നമുക്ക് തരുന്ന പെർമിഷൻ, അതായത് സൗജന്യമായിട്ട് 30 ദിവസത്തെ ഇളവ് അനുവദിച്ചു, നിങ്ങൾ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങിക്കോളി എന്നും. അപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അമേരിക്കയും ഇസ്രയേലികളും ലോകത്തെമ്മാടികളായ ഈ 2 ദുഷ്ടന്മാരായ രാഷ്ട്രങ്ങൾ കടന്നു കയറി ഗൾഫ് മേഖലയും ഇറാനും ഏഷ്യൻ ചുറ്റുപാടുകളുമെല്ലാം അസ്ഥിരതപ്പെടുത്താനുള്ള ഒരു കാലേക്കൂട്ടിയുള്ള ഒരു അജണ്ട നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഗൾഫ് മേഖലയെ നേരത്തെ കണ്ടിരുന്നെന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കാൻ പറ്റിയ, എന്ത് ബിസിനസ്സും വ്യവസായവും നടത്താൻ പറ്റിയ സമാധാനമുള്ള രാഷ്ട്രങ്ങളായിട്ടായിരുന്നു, സുരക്ഷിത രാഷ്ട്രങ്ങളായിട്ടായിരുന്നു കണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ബിസിനസ് തുടങ്ങുകയും, ഗൾഫ് രാഷ്ട്രങ്ങൾ ബിസിനസ് തുടങ്ങുകയും വ്യവസായങ്ങൾ തുടങ്ങുകയും എല്ലാം നല്ല രീതിയിൽ ഭംഗിയായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള കാലക്കൂട്ടിയുള്ള അജണ്ടയാണ് യഹൂദന്മാരും അമേരിക്കയും കൂടെ നടപ്പാക്കിയിരിക്കുന്നത്. ഇത് നേരത്തെ കണ്ടറിഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും അമേരിക്കയുടെ ഒപ്പം നിന്നിട്ടുള്ളതാണ് പണ്ട്. അവരെല്ലാം ഇപ്പോൾ അമേരിക്കയെ തള്ളിപ്പാതിരിക്കുകയാണ്. കാര്യം, അമേരിക്ക ഭരിക്കുന്നത് ദുഷ്ടനായ ഒരു ഭരണാധികാരിയാണ്. അയാൾക്ക് വട്ടാണ്. മുഴുവട്ടാണോ അരവട്ടാണോ എന്നുള്ളത് അയാളെ കൊണ്ടുപോയി ഒരു സൈക്യാട്രിസ്റ്റിനെയല്ലോ കാണിച്ചാലേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ശരി, അയാൾ ഒരു ശരിയായ മനുഷ്യന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല ഏർപ്പെടുത്തിക്കുന്നത്. കാര്യം, ഇവിടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE ഈ രാഷ്ട്രങ്ങളെല്ലാം ഒന്നിച്ചാവശ്യപ്പെട്ടാണ്. കാരണം അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഇവരെല്ലാം. അമേരിക്ക ഇവർ